ഇവൾ മേരി മഗ്ദലീന. ദയയും സ്നേഹവും നിറഞ്ഞ ഒരു സൗമ്യയായ സ്ത്രീ. അവൾ വലിയ ശബ്ദത്തിൽ സംസാരിച്ചിരുന്നില്ല. പക്ഷേ അവളുടെ ഹൃദയം സ്നേഹത്തോടെ നിറഞ്ഞിരുന്നു. അവൾ പോയിടത്തോളം ആളുകൾക്ക് സഹായം ചെയ്തുവേ. ഭക്ഷണവും സ്നേഹവും പുഞ്ചിരിയും പങ്കുവച്ചു. ഒരു ദിവസം മേരി യേശുവിനെ കണ്ടുമുട്ടി. അവന്റെ വാക്കുകൾ പ്രത്യാശയും സത്യവും നിറഞ്ഞവയായിരുന്നു. ആ നിമിഷം മുതൽ മേരി അവനെ മുഴുവൻ ഹൃദയത്തോടെ പിന്തുടരാൻ തീരുമാനിച്ചു. അവൾ അവനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ നടന്നു. പ്രധാനപ്പെട്ടവളാകാൻ ശ്രമിച്ചില്ല. ആരും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ എപ്പോഴും ശാന്തമായി പിന്നിൽ നിന്ന് സഹായിച്ചു. മേരിയുടെ ശക്തി ശാന്തമായിരുന്നു, എന്നാൽ അതീവ ശക്തമായിരുന്നു. ഒരു ദിവസം വളരെ ദുഃഖകരമായ ഒരു സംഭവം നടന്നു. പലരും ഭയന്ന് ഓടിപ്പോയി. പക്ഷേ മേരി അവിടെ തന്നെ നിന്നു. കണ്ണുകളിൽ കണ്ണീർ ഉണ്ടായിരുന്നെങ്കിലും അവൾ വിട്ടുപോയില്ല. അവൾ ശാന്തമായി കാത്തിരുന്നു, ഹൃദയത്തിൽ പ്രത്യാശയോടെ. അടുത്ത ദിവസം രാവിലെ മേരി കല്ലറയിലേക്ക് പോയി. അപ്പോൾ അവൾ ഒരു അത്ഭുതകരമായ കാര്യം കണ്ടു. കല്ലറ കാലിയായിരുന്നു. അവൾ ആശയക്കുഴപ്പത്തിലായി. ചെറുതായി ഭയവും തോന്നി. എന്നാൽ അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അവൾ യേശുവിനെ കണ്ടു, വീണ്ടും ജീവനോടെ. അവളുടെ ദുഃഖം സന്തോഷമായി മാറി. അവളുടെ ശാന്തമായ വിശ്വാസം അവളെ ഈ അത്ഭുതത്തിലേക്ക് എത്തിച്ചു. ഈ പ്രാവശ്യം മേരി മിണ്ടാതിരുന്നില്ല. അവൾ സന്തോഷത്തോടെ ഓടി എല്ലാവരോടും പറഞ്ഞു, യേശു ജീവനോടെയുണ്ട്. ആ ദിവസത്തിൽ നിന്ന് മേരി ലോകത്തോട് ഒരു പ്രത്യേക പാഠം പഠിപ്പിച്ചു. ശക്തനായിരിക്കാനായി വലിയ ശബ്ദത്തിൽ സംസാരിക്കേണ്ടതില്ല. മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും കാണണം എന്നില്ല. ഒരു സ്നേഹമുള്ള ഹൃദയം, ഒരു ഉറച്ച വിശ്വാസം, ശാന്തമായ ധൈര്യം, ഇവയാണ് ഏറ്റവും പ്രകാശിക്കുന്നത്.